നമസ്കാരം. ആനുകാലികത്തേക്ക് സ്വാഗതം. കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചാണെങ്കിൽ കൂടി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൊടും പീഡനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥൻ കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള സർക്കാർ തീരുമാനം താൽക്കാലിക ആശ്വാസം ലക്ഷ്യമിട്ടുള്ള ശുദ്ധമായ ഒരു തട്ടിപ്പായിരുന്നു എന്ന് വേണം കരുതാൻ. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ രോദനം അവരുടേത് മാത്രമായി മാറാതിരിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്വം ഓരോ പൗരൻ്റേതുമാണ്. CBI അന്വേഷണത്തിനായുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. എന്തൊരു ദുര്യോഗമാണിത്. ഒടുവിലിതാ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിൽ 33 പേരെ കുറ്റവിമുക്തരാക്കിയ VCയുടെ നടപടിയെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് റദ്ദാക്കിയതിന് പിന്നാലെ ഡോക്ടർ PC ശശീന്ദ്രൻ്റെ രാജി ഗവർണർ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. CBI അന്വേഷണത്തിന് നിവൃത്തിയില്ല എന്ന് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ് പുലിവാൽ പിടിക്കാൻ സർക്കാർ അന്നേ സന്നദ്ധമായിരുന്നില്ല. CBI അന്വേഷണം സംബന്ധിച്ച സംസ്ഥാന സർക്കാരിൻ്റെ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടില്ല എന്ന സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ ആരോപണം നീതി നിഷേധത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്. കേസ് CBIക്ക് കൈമാറുന്നതിനായുള്ള വിജ്ഞാപനം അയച്ചതായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അതിന് വ്യക്തമായ തെളിവുകൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് 33 പേരെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള ചാൻസലറുടെ നടപടി. ആൻറ്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലും FIRലുമുള്ള വൈരുദ്ധ്യങ്ങൾ, മരണശേഷം ശാസ്ത്രീയമായ തെളിവ് ശേഖരണം ഉണ്ടായിട്ടില്ല എന്ന ആരോപണം, മരണശേഷം സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ പെൺകുട്ടി സിദ്ധാർത്ഥൻ്റെ റൂംമേറ്റായിരുന്ന ആൺ സുഹൃത്തും ഡീനും പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്തത് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ പോലും ആശ്വാസത്തിലേറെ പ്രതീക്ഷയും തൃപ്തിയുമാണ് തനിക്കെന്നുമായിരുന്നു സിദ്ധാർത്ഥൻ്റെ അച്ഛൻ അന്ന് പ്രതികരിച്ചത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെപ്പോലും ലജ്ജിപ്പിക്കും വിധമുള്ള കൊടും ക്രൂരതകളെ ലഹരിയുടെ സംഗീതമായി കാണുന്ന കാട്ടാളക്കൂട്ടങ്ങളുടെ താവളമായി മാറിയ കലാലയങ്ങളിൽ ഒന്നായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല. ഹണി ട്രാപ്പിന് സമാനമായ സംഭവങ്ങൾക്കൊടുവിൽ പെൺകുട്ടികളിൽ നിന്നും പരാതി എഴുതി വാങ്ങി മിടുക്കരായ വിദ്യാർത്ഥികളെ വിചാരണ ചെയ്യുന്ന ശീലം ഈ ക്യാമ്പസിൽ നിലനിന്നിരുന്നു എന്ന മാധ്യമ വാർത്തകളെ ഭയപ്പാടോടെ അല്ലാതെ കേൾക്കാൻ കഴിയുമോ? എത്രയും പെട്ടെന്ന് CBI അന്വേഷണം ആരംഭിച്ചാൽ കൂടി CBI അന്വേഷിക്കുന്ന പല കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണപരമായി എന്തെങ്കിലും ഈ കേസിൽ സംഭവിക്കുമെന്ന് കരുതുക വയ്യ. അത്തരമൊരു സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ചെറിയ ലക്ഷണങ്ങൾ പോലും കുടുംബത്തെ വീണ്ടും കണ്ണീർ കയ്യങ്ങളിലേക്ക് തള്ളിവിടും. കൂട്ടത്തിലൊന്നിനെ വേട്ടയാടുന്നത് കാണുന്ന സഹജീവികൾ വേട്ട മൃഗത്തിനെതിരെ ഒരുമിച്ച് നിന്ന് സഹജീവിയുടെ രക്ഷയ്ക്കെത്തുന്ന കാഴ്ചകളുമായി താരതമ്യം ചെയ്താൽ പൂക്കോട് നടന്ന നരനായാട്ടിനെതിരെ പ്രതികരിക്കാതിരുന്ന സർവ്വ വിദ്യാർത്ഥികളുടെയും മനോനില പോലും പരിശോധിക്കപ്പെടണം. അതിനു പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിരലിലെണ്ണാവുന്ന ചില രക്ഷിതാക്കൾക്കൊഴികെ മറ്റാർക്കും പ്രതികരിക്കാൻ പോലും സാധിച്ചില്ല. സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാനോ പ്രതികരിക്കാനോ നാളിതുവരെ ആരും ധൈര്യപ്പെടുന്നില്ല എന്നർത്ഥം. അന്തരീക്ഷത്തിൽ പോലും ഭയം തളം കെട്ടി നിൽക്കുന്നു. ആ ഭയത്തിനു പിന്നിലെ കാരണവും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. 3 ദിവസങ്ങളിലായി നടന്ന ക്രൂര പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ ചിലരെങ്കിലും പകർത്തിയിട്ടുണ്ടാകില്ലേ? തന്നോട് പറഞ്ഞില്ലെങ്കിൽ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരോടെങ്കിലും വിദ്യാർത്ഥികൾ പലതും തുറന്നു പറയും എന്നതായിരുന്നു സിദ്ധാർത്ഥൻ്റെ പിതാവ് ചിന്തിച്ചിരുന്നത്. ആ പ്രതീക്ഷയും കൂടി നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. ഈ രക്ഷിതാക്കൾക്കുള്ള പിന്തുണ കേരള സമൂഹം ഉറപ്പാക്കണം. സംഭവിച്ച കാര്യങ്ങളൊക്കെ അതേപടി അന്വേഷണ ഏജൻസിയോട് പറയണം എന്ന സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അപേക്ഷ കേവലം സിദ്ധാർത്ഥന് വേണ്ടി മാത്രമല്ല, മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കൂടിയുള്ളതാണ്. ഒരുപക്ഷെ ആരും തന്നെ നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല എങ്കിൽ കൂടി ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ശേഖരിക്കാവുന്നതേയുള്ളൂ. കൊലപാതകം എന്ന മുൻവിധിയോടെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർക്കുൾപ്പെടെ പാഠമാകുന്ന രീതിയിലെ അന്വേഷണം ഇനി നടക്കുമോ എന്ന് കണ്ടറിയണം. മാനസികവും ശാരീരികവുമായി തളർന്ന് സ്വയം മരിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ബാത്റൂമിൽ കയറി ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ തൂങ്ങി മരിച്ചു എന്ന വിശദീകരണം കേരളീയർ വെള്ളം തൊടാതെ വിഴുങ്ങണം പോലും. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഗവർണറും മാധ്യമങ്ങളും പൊതുസമൂഹം നൽകിയ പിന്തുണയ്ക്കും ഒടുവിൽ സർക്കാരിന് CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാക്കി എന്നതാണ് സത്യം. നാളിതുവരെ കണ്ടതിലും കേട്ടതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് CBI അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. CBI എന്ന അന്വേഷണ ഏജൻസിയോടുള്ള ജനങ്ങളുടെ മതിപ്പും വിശ്വാസവും തെളിയിക്കാനുള്ള മികച്ച അവസരം കൂടിയാണിത്. കേസുകൾ ഏറ്റെടുക്കാനുള്ള പൊതു അനുമതി 2020 മുതൽ നിർത്തലാക്കിയതിനാൽ പ്രത്യേക അനുമതിയിലൂടെ മാത്രമേ ഇനി അന്വേഷണം സാധ്യമാകൂ എന്നതുൾപ്പെടെ അന്വേഷണം ആരംഭിക്കാൻ കടമ്പകളേറെയാണ് എന്നത് മറ്റൊരു കാര്യം.
തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അതിവേഗ നടപടികളാണ് ആവശ്യം. മനസാക്ഷിയുള്ളവർക്ക് താങ്ങാനാകാത്ത മരണമാണ് സിദ്ധാർത്ഥൻ്റേത്. ഭാവിയിലെങ്കിലും പ്രതികരണശേഷിയുള്ള ഒരു മനസ്സ് വീണ്ടെടുക്കുന്ന രീതിയിലെ കൗൺസിലിംഗ് പൂക്കോട്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയില്ലെങ്കിൽ അവർ ഡോക്ടർമാരാകുന്നതിൽ അർത്ഥമൊന്നുമുണ്ടാകില്ല. ദൈവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് കോടതിയാണ് എന്നും ആ കോടതിയിലെത്തിക്കാനുള്ള തെളിവുകൾ പക്ഷപാതപരമല്ലാത്ത രീതിയിൽ ശേഖരിക്കും എന്നുമുള്ളതാണ് തൻ്റെ ശിഷ്ടകാല പ്രതീക്ഷയെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുമ്പോൾ കേരളവും അത് ശരിവയ്ക്കുന്നു. അതുണ്ടാകട്ടെ എന്ന് ചിന്തിക്കാം.